നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പൂരാടം നക്ഷത്രത്തിന്റെ പൊതു സ്വഭാവങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2025 ഇവർക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുന്നു. 2 നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു കൂട്ടമാണ് പൂരാടം. ജലമാണ് ദേവത, മുറമോ വിശറിയോ ആണ് ചിഹ്നം. ഈ നക്ഷത്രക്കാർ പൊതുവെ വിശാല മനസ്കരായിരിക്കും. മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ ഇവർ സദാ സന്നദ്ധരാണ്. എന്തിനേയും ചെറുത്തു നിൽക്കുന്നതിലും എതിർത്തു തോൽപ്പിക്കുന്നതിലും ഇവർക്ക് അസാമാന്യമായ കഴിവുണ്ടാകും. സ്ത്രീകൾ സൗന്ദര്യവും ഊർജ്ജസ്വലതയും ഉള്ളവരായിരിക്കും. പലപ്പോഴും വിചാരിക്കാത്ത വിധമുള്ള വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതും വൈവാഹിക ജീവിതത്തിൽ അലോരസങ്ങൾ നേരിടുന്നതിനും ഇടയാകുന്നു. സൽസ്വഭാവിയും വാക്ചാതുര്യവുമുള്ള ആളുകളായിരിക്കും ഇവർ. മനഃശക്തി കൂടുതലാണ്. ശാന്തതയും സൗമ്യതയും സ്വഭാവത്തിൽ പ്രകടിപ്പിക്കും. ആകർഷണീയമായ വ്യക്തിത്വമായിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുമെങ്കിലും ആരുടെയും ഉപദേശം സ്വയം സ്വീകരിക്കാറില്ല. അല്ലെങ്കിൽ കാര്യസാധ്യത്തിനായി ഏത് മാർഗവും സ്വീകരിക്കും. ആരോടും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയും ശരിയായാലും തെറ്റായാലും തൻ്റെ വാദഗതി അംഗീകരിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ അലസനും മടിയനുമായിരിക്കും. എന്നാൽ ഏതു കാര്യത്തിൽ ഇടപെട്ടാലും വിജയിക്കും വരെ അക്ഷീണം പ്രവർത്തിക്കാൻ മടിയില്ല. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അന്യരെ സഹായിക്കുവാൻ മടിക്കുകയില്ല. പരോപകാരം ചെയ്യുന്നതിൽ അതീവ തൽപരനായിരിക്കും. സുഖഭോഗ വസ്തുക്കളിൽ താല്പര്യമുണ്ടാകും. ചില അവസരങ്ങളിൽ മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കും. വേണ്ട സമയത്ത് അത് സ്വീകരിക്കുകയുമില്ല. ആരോഗ്യപരമായി ജാതകത്തിൽ ദോഷങ്ങളൊന്നുമില്ലെങ്കിൽ പോലും കുഴപ്പങ്ങൾക്ക് സാധ്യത വരാം. ആരോഗ്യ വിഷയത്തെക്കുറിച്ച് യാതൊരു ശ്രദ്ധയുമില്ലാത്തത് കൊണ്ട് കൃത്യമായി പഥ്യം നോക്കാനും മറ്റും ഇഷ്ടപ്പെടാത്ത ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അടിക്കടി വരുവാൻ സാധ്യത കാണുന്നു. എല്ലാവരെയും പൂർണ്ണമായി വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന നിമിത്തം ചതിവ് പറ്റുവാനിടയുണ്ട്. മറ്റുള്ളവരുടെ ആദരവും അംഗീകാരവും നേടും. ആവശ്യത്തിന് മാത്രം പണം ചെലവാക്കുന്ന ഇവർ പിതാവിൽ നിന്ന് ആവശ്യമായ പണം സമ്പാദിക്കുകയില്ല. പൊതുപ്രവർത്തനം, വൈദ്യശാസ്ത്രം, കലാപ്രവർത്തനം, നിയമം, ധനപരമായ മേഖലകൾ തുടങ്ങിയവയിൽ വിജയിക്കും. വിവാഹ കാര്യത്തിൽ തടസ്സങ്ങളും താമസവും നേരിടുമെങ്കിലും തൃപ്തികരമായ ദാമ്പത്യ ജീവിതം നയിക്കും. ഭാര്യയുടെ കുടുംബത്തിൽ തന്നെ ചിലപ്പോൾ താമസിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഭാര്യയുമായി നല്ല അടുപ്പമുണ്ടാകുമെങ്കിലും ചില്ലറ സൗന്ദര്യപ്പെടങ്ങൾക്ക് അവസരമുണ്ടാകും. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇപ്പറഞ്ഞ ഫലങ്ങൾക്ക് പുറമെ ബുദ്ധിശക്തി, ആരോഗ്യം, സൗന്ദര്യം ഇവ ഉണ്ടാകും. ഭർത്താവിനോടും കുടുംബത്തോടും സ്നേഹപൂർണമായി പെരുമാറും. സന്താനങ്ങളെയും നല്ലതുപോലെ പരിപാലിക്കും. ഇവരുടെ ദശാനാഥൻ ശുക്രനാണ്. ശുക്രദശയിലാണ് ഇവർ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, മഹാലക്ഷ്മി സ്തുതികൾ ജപിക്കുന്നത്, കനകധാര ജപിക്കുന്നത്, ലളിതാ സഹസ്രനാമം ജപിക്കുന്നതൊക്കെ ഇവർക്ക് എല്ലാവിധത്തിലുള്ള നന്മകളും പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ രാശിനാഥൻ ഗുരുവായതുകൊണ്ട് ഗുരുവായൂരപ്പനെ മാസത്തിലൊരിക്കൽ ദർശനം നടത്തി യഥാശക്തി സങ്കല്പത്തിനനുസരിച്ചുള്ള വഴിപാട് കൊടുക്കുന്നത് ഉത്തമം. ശ്രീകൃഷ്ണ ഭഗവാന് ഓടക്കുഴൽ സമർപ്പിക്കുന്നത് ഉത്തമം. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പന് ഒരു ഓടക്കുഴൽ സമർപ്പിക്കുമ്പോൾ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടും. ഇനി നമുക്ക് ഈ 2025 പൂരാട നക്ഷത്രക്കാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവേ പറഞ്ഞാൽ കുടുംബത്തിൽ എല്ലാവിധത്തിലുള്ള ശ്രേയസ്സും കാണപ്പെടുമെങ്കിലും
കൃഷി, വാടക എന്നിവയിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. വീട് മോടി പിടിപ്പിക്കും. കുറച്ചു കാലമായി വെച്ചു പുലർത്തിയിരുന്ന പല ആഗ്രഹങ്ങളും സാധിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണമോ വസ്തുക്കളോ തിരികെ കിട്ടും. ഗ്രന്ഥകാരന്മാർക്ക് ഈ അവസരം വളരെ നല്ല അനുകൂലമാണ്. മനസ്സിന് ആനന്ദം നൽകുന്ന എഴുത്തുകൾ ലഭിക്കുകയും അതുപോലെയുള്ള ലേഖനങ്ങൾ അയക്കുകയും ചെയ്യും. രക്തസമ്മർദ്ദമുള്ളവർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ രംഗത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ദൂരയാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പാർട്ട്ണർഷിപ്പ് ഏർപ്പാടുകളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ആദായം ലഭിക്കും. മുൻപ് നടന്ന പരീക്ഷയുടെ അനുകൂല ഫലമായി സ്ഥാനക്കയറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇലക്ട്രോണിക് വസ്തുക്കളുടെ ഏജൻസി ഏറ്റെടുക്കുകയോ ഈ ശാസ്ത്രീയ വിഭാഗത്തിൽ പ്രായോഗിക ജനം നേടാൻ ശ്രമിക്കുകയോ ചെയ്യാം. സന്താനങ്ങളെ വേറിട്ട് നിൽക്കേണ്ടി വരുന്ന അവസരമുണ്ടാവും. ത്വക് സംബന്ധമായ, രാശി സംബന്ധമായ അല്ലറ ചില്ലറ ദോഷങ്ങൾ ഉണ്ടെങ്കിലും ക്ഷേത്രധനസിന് നാഗദേവതകളുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടുന്ന് എണ്ണ വാങ്ങിച്ച് ശരീരത്തിൽ ചേർക്കുമ്പോൾ ദോഷങ്ങൾ കുറയുന്നതാണ്, മാറ്റവും വരുന്നതാണ്. ഇപ്പോഴുള്ള ബിസിനസ്സിൽ കൂടുതൽ വിപുലീകരണം വരുത്തും. സുഖഭോഗങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കും. സർക്കാരിൽ നിന്ന് പലവിധ ആനുകൂല്യങ്ങൾ ലഭിക്കും. ഏതും കൃത്യസമയത്തും നൈപുണ്യത്തോടെയും ചെയ്തു തീർക്കും. മറ്റുള്ളവരുടെ ചിലവിൽ പല സുഖ സൗകര്യങ്ങളും അനുഭവപ്പെടുന്നുണ്ടാവാം. അപ്രതീക്ഷിതമായ പല സംഗതികളും അനുഭവപ്പെട്ടെന്ന് വരാം. തൊഴിലാളി രംഗത്തും മറ്റും പ്രവർത്തിക്കുന്നവർ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും. ഈ രംഗങ്ങളിലും എല്ലാ രംഗങ്ങളിലും ധീരതയും പ്രവർത്തിക്കുന്നതാണ്. പുതിയ കരാറുകൾ ഏറ്റെടുക്കുന്നതിന് ശ്രമിക്കണം. കോൺട്രാക്റ്റുകൾ മുഖേനയും മറ്റും കിട്ടാനുള്ള പണം കൈവരുന്നതിന് യോഗം കാണുന്നു. വിലപ്പെട്ട സമ്മാനങ്ങളോ പ്രശംസാപത്രങ്ങളോ ലഭിക്കുന്നതാണ്. തൊഴിൽരഹിതർക്ക് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ ഗുണഫലങ്ങൾ വന്നു ചേരും. ഉദ്യോഗത്തിൽ അഡീഷണൽ ചാർജർ പദവി സ്വീകരിക്കേണ്ടതായി വരും. പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും. പുതിയ കരാറുകളിൽ ഒപ്പുവയ്ക്കും. പരസ്യങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ധനം ലഭിക്കും. പട്ടാളം, സാഹിത്യം, കല എന്നീ പ്രവർത്തനങ്ങളിൽ വ്യാപൃതമായിരുന്നവർക്ക് ഉദ്ദിഷ്ടകാര്യ ഫലസിദ്ധി ലഭിക്കുന്നതാണ്. പൊതുവെ പറഞ്ഞാൽ 2025 പൂരാട നക്ഷത്രക്കാർക്ക് അനുകൂലമായ സമയമായി കാണപ്പെടുന്നു. എല്ലാ സുഖഭോഗങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഭഗവാൻ ഗുരുവിന്റെ അനുഗ്രഹവും ശുക്രന്റെ അനുഗ്രഹവും ഈ നക്ഷത്രക്കാർക്കുണ്ടാവട്ടെ. പൂരാടം നക്ഷത്രക്കാരുടെ പൊതുസ്വഭാവങ്ങൾ പറയുമ്പോൾ അവർ ശുക്രദശയിൽ ജനിച്ച് ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ എന്നിങ്ങനെ പോകുന്നു. ശുക്രന്റെ ദേവത മഹാലക്ഷ്മി ആയതിനാൽ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും വെള്ളിയാഴ്ചകളിൽ ലളിതാ സഹസ്രനാമം നിത്യം ജപിക്കുന്നതും സർവത്ര സന്തോഷം, സമാധാനവും ഐക്യവും നൽകുന്നതാണ്. മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചിട്ട് മഹാലക്ഷ്മിയെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ ഫലം ഉണ്ടാകും. എല്ലാം വന്ന കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുവാൻ ഭഗവതിയുടെ എല്ലാ അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.